ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നെല്ലിക്കയുടെ അച്ചാറാണ്. അതായത് ഒരു വെറൈറ്റി അച്ചാറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ നെല്ലിക്ക ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരേ ഒരു തിള മാത്രം വന്നാൽ മതി. ഇതാ കണ്ടീഷനിൽ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അധികം നമുക്ക് നെല്ലിക്ക വേവേണ്ട ആവശ്യമേ ഇല്ല. ഇനി അതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 20ഓളം വെള്ളുള്ളി അല്ലിയുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളകും ഒരു 1.5 ടീസ്പൂണ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിന് എന്തിനാണ് മല്ലി എന്നൊന്നും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മല്ലി മുളക് ചേർത്ത് കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർത്ത് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഫ്ലെയിം കുറച്ചിടണം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതെ ഇതൊന്ന് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ ഒരു 3 ചെറിയ കഷ്ണം കായം, അതായത് ഒരു ചെറിയ കഷ്ണം കായമാണ് ഞാൻ 3 പീസാക്കിയിട്ടുണ്ട്. അതുകൂടി അതിലേക്കൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ കായപ്പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ല ഇതേപോലെ കട്ടിക്കായ നമ്മൾ വറുത്തതിന് ശേഷം പൊടിച്ച് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ ആ നെല്ലിക്ക ഞാനൊരു വേറെ സ്ട്രൈനറിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു വരാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നെല്ലിക്കയുടെ കട്ട് ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമേ ഇല്ല. ഇതേപോലെ അതിങ്ങോട്ട് വന്നോളും. അപ്പോൾ നെല്ലിക്കയെല്ലാം ഞാൻ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ട നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മല്ലി മുളക് ഉലുവ അതങ്ങോട്ട് പൊടിച്ചിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുക. തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ കായം ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു ചപ്പാത്തിയുടെ റൂൾ കൊണ്ടൊന്ന് ചതച്ചെടുത്താണ്. അതും തരിതരിപ്പായിട്ട് തന്നെ പൊടിക്കുക. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നേരത്തെ വറുത്ത ബാക്കി എണ്ണയും കൂടാതെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി, ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ആ വെള്ളുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ആ പച്ചമുളക് കട്ട് ചെയ്തും വലിപ്പത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തീ വളരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ആ മൂത്ത് വന്നിട്ട് ഇപ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മല്ലി മുളക് ഉലുവ മിശ്രിതം അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അതും കൂടി ചേർത്തു. ആ ഓയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ട അല്പം പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉള്ള പുളി പിഴിഞ്ഞ വെള്ളം ഇത്രയുണ്ട്, ഒരു 2 സ്പൂൺ വെള്ളം ഉണ്ടാവും, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ നെല്ലിക്ക പീസ് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നല്ല അടിപൊളി നെല്ലിക്ക അച്ചാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക. നമ്മളത് ഗ്രേവിയൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിരിക്കുന്ന അച്ചാറാണ്. ആ മസാലയെല്ലാം ചേർന്ന് അതിലേക്ക് പിടിക്കും. നമ്മൾ 2 ആഴ്ച വരെ പുറത്ത് വെച്ചാൽ ഇത് കേടൊന്നും വരില്ല. ഇനി അതിലേക്ക് ഉപ്പ് പോരാകെ തോന്നിയിട്ടുണ്ട്. അല്പം കൂടി ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കയ്ക്കായാലും നാരങ്ങയ്ക്കായാലും നമുക്ക് ഉപ്പെല്ലാം അല്പം ഒന്ന് മുന്നോട്ട് നിന്നാലാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ മസാല അതിലേക്ക് ചേർന്ന് പിടിച്ച് നല്ലൊരു രുചിയായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു നെല്ലിക്കേൻ്റെ അച്ചാർ തന്നെ മതി. ഇനി നേരത്തെ പൊടിച്ച് വെച്ച കായത്തിൻ്റെ പൊടി ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വിതറി കൊടുത്ത് അതുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു എന്നതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് ചൂട് ആറിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് കുറച്ച് വിനിഗർ ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വിനിഗർ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളതിലേക്ക് പുളിവെള്ളം ചേർത്തുകൊണ്ട് തന്നെ വിനിഗർ അധികം ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് അധിക ദിവസമൊന്നും വെക്കുന്നില്ലല്ലോ. 1/2 കിലോ നെല്ലിക്കയല്ലേ ഉള്ളത്. നമ്മൾക്ക് വീട്ടിൽ ഒരാഴ്ച കൊണ്ട് തന്നെ അത് തീരും. ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്കൊന്ന് പകർത്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇതൊന്ന് ഭംഗി കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ അച്ചാർ മാത്രം മതിയാവും. പുരട്ടി കഴിക്കാൻ നല്ലൊരു രുചിയാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.